ഹലോ, ഇന്ന് നമുക്കൊരു വെറൈറ്റി ഇഫ്താർ ഡ്രിങ്ക് ഉണ്ടാക്കിയാലോ. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഈ ചൂട് കാലത്തൊക്കെ നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക് തന്നെയാണ് ഇത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 6 ബനാനയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് ചെറിയ ബനാനയാണ്. ഞാനിപ്പോൾ മൈസൂർ പഴമാണ് എടുത്തിട്ടുള്ളത്. ഞാലിപ്പൂവനോ റോബസ്റ്റോ എന്തായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ബനാന ചെറിയ പീസായി കട്ട് ചെയ്തത് വലിയൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിത് നല്ല പോലെ ഒരു തവി വെച്ചിട്ട് ഉടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ തവി വെച്ചിട്ട് തന്നെ ഉടച്ചെടുക്കണം, അല്ലാതെ മിക്സിയിലിട്ടൊന്നും അടിച്ചെടുത്തേക്കരുത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർക്കാം. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്നും കൂടി നല്ല പോലെ ഉടച്ചെടുക്കുക കേട്ടോ. പഞ്ചസാരയൊക്കെ മെൽറ്റ് ആവുന്നത് വരെ, പഴം നല്ല പോലെ ഉടഞ്ഞു വരുന്നത് വരെ നമ്മളിതൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഇതിവിടെ ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ലിറ്റർ പാല് ചേർക്കാം. പാല് ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല പോലെ തണുപ്പിച്ചെടുത്തിട്ട പാലാണ് കേട്ടോ ചേർക്കുന്നത്. പാലും കൂടെ ചേർത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് അവിലും ചേർക്കാം കേട്ടോ. അപ്പോൾ അവിലും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു സിമ്പിളായിട്ടുള്ള അവിൽ മിൽക്കായി. അതുപോലെ നട്ട്സ് ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് നട്ട്സ് ചേർക്കാം. പക്ഷെ ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. ഞങ്ങൾ നോമ്പിനൊക്കെ ഇതുപോലെ സിമ്പിളായിട്ടാണ് കേട്ടോ ഉണ്ടാക്കി കുടിക്കാറുള്ളത്. നല്ല ടേസ്റ്റുമാണ്, എന്നാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് തന്നെയാണിത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയിപ്പോൾ ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്കും അടിക്കുക കേട്ടോ, പ്രശ്നമൊന്നുമില്ല. പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഗിവ് അവേയിൽ പങ്കെടുക്കുന്നവർ ഫുൾ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വേണം കേട്ടോ കമൻറ്റ് ചെയ്യാൻ, എന്നാലേ ഗിവ് അവേയിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.